ഉമ്മയായിട്ട് പോലും ഒരു പരിധി വരെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഉപ്പയായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് സൗണ്ട് തന്നെ ഞാൻ മറന്നു സത്യം പറഞ്ഞ. എനിക്കത് അറിയില്ല, ഇത് ചോദിക്കാൻ പറ്റുമോ? തൊപ്പിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ചോദിച്ചാൽ അറിയാം. ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ. ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരയിൽ. എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. പക്ഷെ ലൈഫല്ലേ, എല്ലാവരും ലൈഫിൽ ഇങ്ങനെയുള്ള. പിന്നെ ഇവൻ പോയതിനു ശേഷം എനിക്ക് ഭയങ്കര കുറേ വർഷം ഞാൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാണ്ട്, ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. മടി പിടിച്ച് കടന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ സമയം കടന്നുറങ്ങും. എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിച്ച്. ഇപ്പം ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കില്ല. നമ്മളെ വീട്ടിലാരും തെറി വിളി അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി പരിപാടികളില്ല. ലവ് ആൻഡ് റിവെഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ട ദ വൺ ആൻഡ് ഓൺലി തൊപ്പി. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് തൊപ്പി, അല്ല നിഹാദ്. എൻ്റെ പേര് നിഹാദ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സ്ട്രീമറാണ്, യൂട്യൂബറാണ്, ബ്ലോഗറാണ്. അപ്പം പിന്നെ ഒരു ആക്ടർ ആണെന്നാണ് ആഗ്രഹം. ആക്ടർ ആവാനാണോ ആഗ്രഹം? പിന്നെ അതെല്ലാരും ഉള്ളിലുള്ള ആഗ്രഹം. നിനക്കൊരു ആക്ട്രസ് ആകാൻ ആഗ്രഹമില്ലേ? ഇല്ല, തീരെ. അപ്പൊ നിന്റെ ഗോൾ എന്താ? നിന്റെ ഗോൾ തട്ടിയും മുട്ടിയും ഭൂമിക്ക് ഭാരമാവാണ്ട് ഏതെങ്കിലും ഒരു സൈഡ്. എന്നാലും ഒരു പ്രൈം ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഏറ്റവും അങ്ങനെ ആഗ്രഹിച്ചില്ല. അപ്പൊ ഈ ഇന്റർവ്യൂറായിട്ട് ആങ്കറായിട്ട് തന്നെയാണ്, ആങ്കറിന്റെ തന്നെ ടോപ്പിലെത്താനാണോ? അത് ആഗ്രഹമുണ്ട്. പിന്നെ സിനിമ വന്ന വേണ്ടാന്നൊന്നും വെക്കൂല. എന്തിലോട്ടാ ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു തൊപ്പി ഇപ്പോൾ ഒരു 1 year 2 yearൽ ഇപ്പോഴാണ് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കണതല്ലേ? എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസ് മടുത്തു തുടങ്ങിയോ? അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് തുടങ്ങാൻ? ഞാൻ ആകെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മടുത്തു തുടങ്ങാൻ മാത്രം അത്രയും ഇന്റർവ്യൂസ് ഞാൻ കൊടുത്തില്ല. ആകെ 2-3 ഇന്റർവ്യൂ കൊടുത്തില്ല. ഇത് എന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ഇന്റർവ്യൂ ആണ്. പക്ഷെ തൊപ്പിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ്. കാരണം അത്രയും ആൾക്കാർ തൊപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തൊപ്പിന്റെ ഇന്റർവ്യൂ വൈറലാവും. ഇപ്പം തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വിട്ടു. ഇപ്പം നിഹാദാണ്. അപ്പം എൻ്റെ അത്ര വൈറലാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു നോർമൽ മൂഡിലേക്ക് പോയി ഓൾറെഡി. അപ്പം വൈറലാവുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റിയ സമയമാണ്. സമയം 2:30 രാത്രി 2:30 മണിക്കാ നമ്മള്. അല്ല, ഈ ടൈമിലല്ലേ തൊപ്പി കൂടുതൽ ആക്റ്റീവ് ആവാം? കൂടുതലും ഞാൻ മാത്രല്ല, ഇപ്പം പൊതുവെ എല്ലാരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പാതിരാത്രി ആയിരിക്കും. പഴയ പോലെ അല്ലല്ലോ. എല്ലാവരും ആൾക്കാരെല്ലാം കൂടുതൽ സംസാരിക്കുന്ന, ഒന്നിച്ചിരുന്ന് ചിറ്റ്ചാറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കെല്ലാം ശേഷം. തീർച്ചയായും നല്ല സമയം. ഓക്കെ. അപ്പം തൊപ്പി മുന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പിയാണെങ്കിൽ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്ന ഒരാളാണെന്ന്. പക്ഷെ ഇപ്പൊ തൊപ്പിനെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ! തൊപ്പി സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആണ്. അപ്പോൾ തൊപ്പി അത് ശരിക്കും പറഞ്ഞ ഒരു അച്ചീവ്മെന്റ് ആണ്. ശരിക്കും അത്രയും വലിയൊരു ട്രാൻസിഷനാണ് ലൈഫിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ തൊപ്പി എങ്ങനെ നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് അങ്ങനെ വിട്ടു പോകുന്നില്ല. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നമ്മളെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈവ് ഓണാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബോറിംഗ് സൈഡ് അവിടെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സോഷ്യൽ ആങ്സൈറ്റി കുറച്ച് സമയത്തേക്ക് മറക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതങ്ങനെ മാറി വേറൊരാളാവാനൊന്നും ആർക്കും പറ്റൂല. ഇപ്പൊ ഞാൻ പണ്ടുണ്ടായ അതേ മൈൻഡ് സെറ്റിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉള്ളത്. എൻ്റെ ആങ്സൈറ്റി ഒന്നും മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഒരു സഭയിൽ പോയിട്ടിരുന്ന പേടി തന്നെയാണ്. പിന്നെ ഇങ്ങനെ പിന്നെന്ന് വെച്ചാൽ പഴയ പോലെ അല്ല. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്. പണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, 0 ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് ആൾക്കാരുണ്ട് ചുറ്റും, നമ്മളെ ഗ്യാങ് ഉണ്ട്, നമുക്കറിയുന്ന ഫ്രണ്ട്സ് ആൾക്കാരും. അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കാരണമായിരിക്കും കുറച്ചുകൂടി മൈൻഡ് കുറച്ച് മാറി.
ഇപ്പം നല്ല അത്ര വലിയ പേടിയൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഇപ്പത്തെ ലൈഫ് തൊപ്പി എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? എത്ര ഹാപ്പി ആണിപ്പോ? ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം തൊപ്പി പറഞ്ഞല്ലോ സീറോയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ല, സീറോ എന്ന് പറഞ്ഞില്ലേ? എവിടെ സീറോ എന്ന് പറഞ്ഞേ? ഞാൻ സീറോ ഫ്രണ്ട്സ് ആയിരുന്നു സീറോ ഞാൻ പക്ഷെ സീറോയാ കേട്ടോ. സീറോയിൽ നിന്ന് വന്ന ഒരാള് തന്നെയാണ് ഞാൻ. ശരിയാണ്, കാര്യമാണ്. ഓക്കെ, അപ്പം ഇപ്പം സീറോ എന്ന് പറയാം. ഹീറോ ആയോന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഹീറോ ആയി, അങ്ങനെ ഒരുപാട് പേര്. മൊത്തത്തില് ഞാൻ ഹീറോ ആയിട്ടൊന്നുമില്ല. തൊപ്പിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉമ്മയൊക്കെ കിട്ടിയില്ലേ? വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? അതും ഗേൾസ് ഫാൻസിന്റെ ഞാൻ കൊറേ തപ്പിട്ടോ അത് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് ആരാന്ന്. അന്ന് ആ പെണ്ണ് വന്ന് പെട്ടെന്ന് ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോ ഗ്ലാസിന്റെ കാറിന് ഗ്ലാസ് കത്തി ഒരു ഉമ്മ കിട്ടി, ഒരു ഫോട്ടോ എടുത്ത ആള് പോയതാ. പിന്നെ ഒരു ഐഡിയ ഇല്ല ആളാരാന്നോ, എന്താ പേര് പേരെന്തോ പേര് ഞാൻ പറഞ്ഞത്. പക്ഷെ ആളാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ കൊറേ തപ്പി, ഞാൻ എനിക്ക് വന്ന മെസ്സേജ് എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി, പക്ഷെ ആളെ എനിക്ക് കിട്ടിയില്ല. ഞാൻ കൊറേ നോക്കി. അത് ഭയങ്കര ഞാൻ ശരിക്കും ഇങ്ങനെ വണ്ടറായി പോയി. അങ്ങനെയൊന്നും ലൈഫിൽ അങ്ങനത്തെ ഫസ്റ്റ് കിസ് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് കിസ് അല്ല. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫാൻ മൊമെന്റ്സ് വേറെ ഉണ്ടായിട്ടുണ്ടോ? തൊപ്പി ശരിക്കും ഞെട്ടിപ്പോയ ഫാൻ മൊമെന്റ്സ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇത്രയും ആൾക്കാർ ഓൾറെഡി ഇപ്പം നടക്കുന്ന ഫാൻ മൊമെന്റ്സ് എല്ലാം റിപ്പീറ്റ് ആവുന്ന പോലെ. ഇപ്പം ഈ പറഞ്ഞ ഉമ്മ കിട്ടിയ കേസ് മാത്രമേ എനിക്ക് പെട്ടെന്ന് എക്സൈറ്റ് അത്ഭുതപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ, എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. പബ്ലിക് തന്നെ കണ്ടാലും ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഞെട്ടിപ്പോയ മൊമെന്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം തൊപ്പി പണ്ടത്തെ ലൈഫിൽ ഇപ്പം പണ്ട് തൊപ്പിയായിരുന്നു, ഇപ്പം നിഹാദാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തൊപ്പിയുടെ ആ ലൈഫിൽ തൊപ്പി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ്? മിസ് ചെയ്യുന്ന കാര്യമോ? ഞാൻ ഒരിക്കലും ഒന്നും മിസ് ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് ചെയ്തത് എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തിയായിട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണത്. കാരണം എന്താ പറയുക, ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഞാൻ കാരണം എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനത്തെ ക്രേസി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം അത് കണ്ട് ഇൻസ്പയറായി നശിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെല്ലാം ആയതിനും കുറെ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഞാൻ ടോട്ടലി എന്തെങ്കിലും ആയിപ്പോ എനിക്കറിയില്ല. ലൈഫല്ലേ, എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ണട മാറ്റൂ, കണ്ണ് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന തൊപ്പിയുടെ ആ ഒരു കണ്ണട വെച്ചോട്ടെ. എക്സ്പോഷർ ആകുമ്പോൾ ആ ഒരു സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. ഇതല്ലേ നല്ലത്? എക്സ്പ്രഷൻ ഒന്നും അറിയാൻ പറ്റണില്ല ഫേസിൽ. തീരെ കുഴപ്പമില്ല ആണോ? ഓക്കെ, കണ്ണിൽ നിന്ന് നമുക്ക് സത്യം പുറത്തു വരാണ്ടിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ആ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. അത് തൊപ്പിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അതൊരു വെയിറ്റ് പോലെ തലയിൽ. അതായത് അത് വളർന്ന് ഭയങ്കര വലുതായി. ആദ്യമെല്ലാം ഓക്കെ ആയിരുന്നു, പിന്നെ വളർന്ന് വലുതായി വലിയ ഒരു ബാണ്ടക്കെട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് മുറിച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചതിനെ ഇത്രയും വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചൊരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞത് മുറിച്ചതിന് ശേഷം. മുറിക്കുന്നവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്. മുടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഞാൻ ആ സമയത്ത്
ഉണ്ടായ ക്യാരക്ടർ അടക്കം അത് മാറ്റി വെച്ചപ്പോൾ മൈൻഡിനും ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയി അതിന് ശേഷം. തൊപ്പിന്ന് നിഹാദിൽക്ക് മാറണം എന്ന് തോന്നാൻ കാരണം എന്താ? അതിനൊരു ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് വരാനായിട്ട്. അതിനെന്താണ് കാരണം? സത്യം പറഞ്ഞാൽ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു 5-6 മാസം കഴിഞ്ഞ് തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നല്ല. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണമെന്നൊന്നുമില്ല. ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറെ ഈ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം തൊപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടീനോടുള്ള ക്രേസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം വണ്ടീനോട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ക്രേസ് ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊന്നും എവിടെയും എത്തിയിട്ടില്ല. എത്ര വണ്ടിയുണ്ട്? ഒരു 4-5 വണ്ടിയുണ്ട്. 6 വണ്ടിയില്ലേ? 6 ബൈക്കെല്ലാം കൂട്ടുവാണെങ്കിൽ 6-7-8 ആയി. ഓക്കെ, ലൈക്ക് വണ്ടി ഇത്ര വണ്ടി വാങ്ങണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് 0 നോളജ് ആയിരുന്നു. അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടറിയാം. ഞാൻ ഇവന്മാരെന്ത് ഈ ചിന്തിക്കുന്നത്, എന്താ വണ്ടി കണ്ടിട്ട് കുറേ ഈ വണ്ടി പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്. പിന്നെ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ കാർ എൻ്റെ കണ്ടിട്ടുണ്ടാവും. ഒരു മഞ്ഞ നാനോ കാറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇരുന്നിട്ടല്ലേ വൺ ഡേ ബ്രദർ എന്നൊക്കെ പറയാം? അല്ല അത് വേറെ. അതൊരു നാനോ അല്ലായിരുന്നോ? അല്ല അത് നാനോ അല്ല, അത് വേറെ. ഞാൻ കണ്ടപ്പോ ഓക്കെ. അങ്ങനെ നാനോ കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ എടുത്തു ബ്ലാക്ക്. പിന്നെ വേറെ ഒന്നും എടുക്കാൻ തോന്നി, ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടി BM എടുത്തു. ഇങ്ങനെ വണ്ടിനെ കുറിച്ച് അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിച്ച ആ സമയം എനിക്ക് മുന്നേ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് വണ്ടിനോടുള്ള ഒരു ക്രേസ് വന്നത്. ക്രേസ് എന്ന് പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ ഞാൻ 0 ആണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായി. ഇപ്പം ഈ ബാക്കിയുള്ള ഈ തമിഴ്നാടും കർണാടക ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പ്രാന്തന്മാരുടെ മെയിൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് എൻ്റെ മൈൻഡിൽ. ഓക്കെ, അപ്പം തൊപ്പി BMW എടുത്തത് ഭയങ്കര വൈറലായിരുന്നു. അപ്പം അതിന് പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഇല്ലേ? സ്റ്റോറി ഒന്നുമില്ല, എടുക്കാൻ തോന്നി എടുത്തു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റോറി, പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി ഒന്നല്ല. എനിക്ക് ഞാൻ വേറൊരാളോട് BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അപ്പം എനിക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. അത് മോശമല്ല, അങ്ങനെ വേറൊരാൾ ഇതിലേക്ക് വലിച്ചേക്കുന്നത് ഭയങ്കര മോശം. ഒരാളോട് ഞാൻ BMW ഓടിക്കാൻ ചോദിച്ചു. അതായത് ഈ ഫീൽഡിലുള്ളതാണോ? ഏത് ഫീൽഡില്? സോഷ്യൽ ഒരാള് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലെ ഒരാള് അങ്ങനെ BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഞാനിപ്പോൾ ഒരു BMW എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും അങ്ങനെ ഒരാൾ വേറൊരാൾക്ക്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷറി വണ്ടി എടുത്ത ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കൂല. അത് അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് മോട്ടിവേഷനായി, അത് എനിക്ക് നല്ലതായി. അങ്ങനെയാണ് BM എടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മുനുവിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുനുവിന് BMW ഇഷ്ടമാണ്. പിന്നെ ഫോർച്യൂണർ എടുത്തതിലും മുന്നിനൊരു പങ്കുണ്ട്. മുന്നിൻ്റെ ഡ്രീം വണ്ടിയായിരുന്നു ഫോർച്യൂണർ. കുറേ കൊല്ലം മുന്നേ, 5-10 കൊല്ലം മുന്നേ, അല്ല 5-8 കൊല്ലം മുന്നേ ഇവനെപ്പോഴും പറയും ഈ ഫോർച്യൂണറിൻ്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ 2 ഫോർച്യൂണർ എടുക്കുന്നത്. ഒന്ന് എനിക്കെന്നുള്ള ലെവലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് കാർസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പം തൊപ്പിക്കാണെങ്കിൽ മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും? എന്തൊക്കെയായിരിക്കും ചെയ്യുക?
മോഡിഫൈ ചെയ്യാൻ എനിക്കൊരു പോർച്ച് 911 എടുക്കണമെന്നുണ്ട്. മോഡിഫൈ ചെയ്യാനൊന്നും ആഗ്രഹമില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്, പക്ഷെ ഒരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യാൻ ഒന്നും വലിയ താല്പര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് ഫോർച്യൂണർ എനിക്ക് സ്റ്റിക്കർ അടിച്ച്, അത് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മോഡിഫൈ ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് ഇതൊരു ഗ്യാങ് വണ്ടി, നമ്മളെ MRG ഗ്യാങ്ങിൻ്റെ വണ്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. പേരൊട്ടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യലില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണോ? മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. തൊപ്പി പറഞ്ഞല്ലോ ഇപ്പം പുതിയ തൊപ്പിയാണ്, നിഹാദ ആണെന്നൊക്കെ. അപ്പൊ ഈ നിഹാദ ആവാൻ ആര് പറഞ്ഞു? ഇത് ആരാ തൊപ്പിയല്ലേ പറഞ്ഞത്? പുതിയ തൊപ്പിയാണ്, പുതിയ നിഹാദാണ്, അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആണ്. ഇതെല്ലാം അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. ഞാൻ ഒരിക്കലും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തിയതിന് നിഹാദ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ തിരിച്ചു വരുവാടാ അങ്ങനെ പറഞ്ഞല്ല ഞാൻ പോകുന്നത്. ഞാൻ എല്ലാം നിർത്തി, ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത്. എൻ്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിലിരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നിർത്തി 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, 5 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് കളയണ്ട ഞാൻ വെച്ചിട്ട് തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊപ്പി അല്ല നിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കാണുന്നത്. മനസ്സിലായോ? അത് കണ്ടപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിയല്ല നിഹാദാന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതല്ല. പിന്നെ കാര്യമാണ് എൻ്റെ ക്യാരക്ടർ കുറേ ചേഞ്ച് വരുത്തി. ഇപ്പം തെറിവിളി ഇല്ല, പിന്നെ അങ്ങനത്തെ ക്രേസി പരിപാടി, പ്രാന്തം കളി, അങ്ങനത്തെ പരിപാടികൾ മൊത്തം നിർത്തി. ലൈക്ക് ഇതിനൊക്കെ എത്രത്തോളം ഈ ഒരു ഗ്യാങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ MRG ഗ്യാങ് എത്രത്തോളം തൊപ്പിയുടെ ചേഞ്ചിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ MRG ഗ്യാങ്ങിലുള്ളവരെ മാറാൻ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് വേണം പറയാൻ. കാരണം എന്നെക്കാളും പ്രാന്തനാണ് ഈ മമ്മു എന്ന് പറയുന്നത്. ഇവരെ എന്നെ നന്നാൻ ഹെൽപ്പ് ചെയ്തതല്ല, ഞാനാണ് ഇവരെ നന്നാൻ ഹെൽപ്പ് ചെയ്തത്. കാരണം മമ്മുവിന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അത്രക്കും. മമ്മു ഒരു 6 മാസം മുന്നേ ഉള്ള മമ്മുവായിട്ടുള്ള എൻ്റെ ലൈവ് സ്ട്രീംസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം പച്ച പൂര തെറിവിളിയല്ലേ. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിച്ചു. ഇപ്പം ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കൂല, നമ്മളെ വീട്ടിലാരും തെറി വിളി അല്ല അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ ക്രേസി പരിപാടികളില്ല. ക്രേസി പരിപാടികൾ ചെയ്യാം, പക്ഷെ ആർക്കും മോശമില്ലാത്ത ലെവലുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനം എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം തൊപ്പി പറഞ്ഞല്ലോ സിനിമയാണ് ആഗ്രഹം. അപ്പം ഒരുപാട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ, ബിഗ് ബോസിന്റെ ഒക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ തൊപ്പീനെ കാണുന്നുണ്ട്. അപ്പോൾ തൊപ്പി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? എന്താണ് അതിനെ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ല. ഞാൻ എന്തോരം പ്രഡിക്ഷൻ ലിസ്റ്റിൽ എത്ര വർഷം എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും എന്റെ പേര് കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തൊപ്പി ഉണ്ടെങ്കിൽ കപ്പ് തൊപ്പിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. കോള് വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ, കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷത്തിലാണെങ്കിൽ ബിഗ് ബോസ് തന്നെ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ പോവും. പക്ഷെ ഇപ്പം എനിക്ക് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ അത് ഡിസിഷൻ എടുത്തില്ല, അത് ആലോചിച്ചില്ല. ഇപ്പം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാങ്ങിനോട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ഒന്നിച്ചുള്ള ഫ്രണ്ട്സ്, അതായത് ഗ്യാങ്ങിനോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു തീരുമാനം എടുക്കും. കാരണം ഞാനിപ്പം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഇല്ല. അങ്ങനെയല്ല, മീൻസ് ഞാനിപ്പം ആ വീട്ടിലുള്ള 8 പേരെയും മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. നിങ്ങൾ ശരിക്കും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. കാരണം നമ്മളിവിടെ കൊച്ചിയിലൊരു വീട്ടിൽ പ്രോപ്പർ ഒരാൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു, ഒരാൾ ഇപ്പുറത്തുനിന്ന് അടുത്ത പണി എടുക്കുന്നു, ഞാനവിടുന്ന് സ്ട്രീം ചെയ്യുന്നു. മീൻസ് അവിടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരാൾ തുണി അലക്കുന്നു. മനസ്സിലാവും? ഒരു ഫീമെയിൽ അവിടെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഒരു ഫാമിലി പോലെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ തൊപ്പി പറഞ്ഞല്ലോ, അപ്പം സ്ട്രീമിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞ് 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 6 മാസം വെയിറ്റ് ചെയ്തു, വീട്ടിൽ നിന്ന് കോള് വരും എന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ടായിരിക്കും ലൈക്ക് തൊപ്പി അങ്ങോട്ട് വിളിക്കാനോ സംസാരിക്കാനോ ശ്രമിച്ചു? ഞാൻ വിളിക്കലുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും, അനിയൻ മുന്നേ ഭയങ്കര ഇതായിരുന്നു, മൊടയായിരുന്നു. പക്ഷെ ഇപ്പം അനിയനിലായിട്ട് നല്ല, അനിയൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമ്മൾ സംസാരിക്കലുണ്ട്. പിന്നെ വീട്ടുകാർ കുഴപ്പമില്ല, സംസാരിക്കും, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉപ്പാനായിട്ട് മിണ്ടിയോ? അത് ഉപ്പയായിട്ടുള്ള ഒരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെ, പക്ഷെ ഉമ്മയായിട്ട് പോലും ഒരു പരിധി വരെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഉപ്പയായിട്ടുള്ളതെന്ന് വെച്ചാൽ അത്
എത്രയോ വർഷം, കുറേ വർഷമായി. ഇതിപ്പോൾ എനിക്ക് തന്നെ മറന്നുപോയി, ഇതെപ്പോൾ തുടങ്ങിയതാ എനിക്ക് തന്നെ മറന്നുപോയി. കാരണം സൗണ്ട് തന്നെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ സൗണ്ട് തന്നെ മറന്നുപോയി പുള്ളീൻ്റെ. കാര്യം അത്രയും കാലമായി സംസാരിച്ചിട്ട്, മനസ്സിലാവും. പണ്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ പറ്റിയൊരു മിസ്റ്റേക്ക്, ഒരു മണ്ടത്തരം, അതിൻ്റെ പേരിൽ തുടങ്ങിയത്. അതിന് ശേഷം ഇതുവരെ അത് ഞാൻ എപ്പം ഒരിക്കൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ അത് ശരിയാവും, ഇൻഷാ അല്ലാ സെറ്റാവും. തൊപ്പി ശ്രമിക്കാറുണ്ടോ വിളിക്കാനും? ഞാൻ ശ്രമിക്കാത്തത്, ഞാൻ മാക്സിമം എൻ്റെ എല്ലാം എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് എല്ലാം മാക്സിമം ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മൾ തൊപ്പിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി ലൈക്ക് ഉമ്മാൻ ഒരുപാട് സ്നേഹിക്കുന്ന മോനാണെന്നൊക്കെ. അപ്പം ഉമ്മാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? ഇതിനുള്ള ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. ഉമ്മാനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മാനെ കാണലുണ്ട്. ഞാൻ ഉമ്മാനെ ഇപ്പം ഒരു 4 ദിവസം മുന്നേ വരെ കണ്ടതാണ് ഞാൻ. പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ വീട്ടിലാരും അറിയാണ്ട് പോയി ഉമ്മാനെ കാണും, തിരിച്ചു വരും. അങ്ങനെ പൊതുവേ ഞാൻ അങ്ങനെ ഒരു മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കുക, ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലും ആയിരിക്കും. ഇപ്പം ലാസ്റ്റ് കണ്ടത് ഒരു 4 ദിവസം മുന്നേ, എത്രയായി 4-5 ദിവസം മുന്നെയാണ് അവസാനം കണ്ടത്. അതൊരു കല്യാണത്തിൻ്റെ ഇടയിൽ നിന്നാണ് കണ്ടത്. കാരണം എൻ്റെ കുടുംബത്തിലൊരു കല്യാണം, എൻ്റെ കസിൻ്റെ കല്യാണം. പക്ഷെ എന്നെ വിളിച്ചില്ല. മീൻസ് ഞാനുമായിട്ട് ഇതില്ല, എല്ലാവർക്കും ഫാമിലിക്കാർക്കും അങ്ങനെ അവരെ ഇത് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആരുമായിട്ട് ഇതില്ല, കോണ്ടാക്ട് ഇല്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാനിത് അറിയില്ല, ഇങ്ങനെ ഒരു കല്യാണം അവിടെ നടക്കുന്നുണ്ട്, എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഓൾക്ക് ഭയങ്കര ഇതായി, ഓള് എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി അവർക്ക്. എനിക്കറിയില്ലായിരുന്നു കല്യാണം, ഞാൻ ഉമ്മാനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പറയുന്ന അവിടെ കല്യാണം, കസിൻ്റെ കല്യാണം, എല്ലാവരും അവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തു. മീൻസ് അവിടെ ഈ കല്യാണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രാവിലെ നിക്കാഹായിരിക്കും. നിക്കാഹിന് ആണുങ്ങൾ മാത്രം പള്ളിയിൽ പോകും, പെണ്ണുങ്ങൾ മാത്രമേ കല്യാണ വീട്ടിലുണ്ടാവും. അപ്പോൾ ആണുങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയി. എൻ്റെ കാർണോർമാറും ഇങ്ങനെ മനസ്സിലാവും, ഉപ്പ കാർണോർ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ആരും കാണാണ്ട് മെല്ലെ കല്യാണ വീട്ടിലേക്ക് കയറി ഉമ്മാനെ കണ്ട് എല്ലാവരും പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വന്നു. അവരൊക്കെ ഹാപ്പിയാണോ തൊപ്പി ചെയ്യുന്നതില്? എങ്ങനെ അല്ല, ഇപ്പൊ തൊപ്പി ചെയ്യുന്നതിൽ അവരൊക്കെ ഹാപ്പിയാണോ പെങ്ങന്മാർ? കാരണം ഇപ്പം എത്രയോ പേരാണ് തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്. എത്രയോ ആൾക്കാർക്കാണ് തൊപ്പി ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള. ലൈക്ക് ഇപ്പൊ തൊപ്പി എനിക്ക് തോന്നുന്നു സ്ട്രീമിംഗ് ആണെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്ക് അത്രയും അറിയത്തില്ല സ്ട്രീമിംഗ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. അത് ലൈക്ക് അതിനകത്ത് നിന്ന് ഇത്രയും ലൈക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളും ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എത്രയോ പേരെ തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ POVയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫെയിം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി മാത്രമല്ല, നമ്മുടെ നാട്ടിലെന്നല്ല, മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ ഓർത്തഡോക്സ്, എക്സ്ട്രീംലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മനസ്സിലാവും. അത് നിങ്ങൾ ഈ POVയിൽ ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ, പിന്നെ എന്താ അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത്. പക്ഷെ അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട്. ഇതൊക്കെ എതിരാണ്, മനസ്സിലാവും. ഇതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞാൽ. മീൻസ് ഹറാം, മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാണ്, മനസ്സിലാവും. അപ്പം ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് യൂട്യൂബിലും സ്ട്രീമിങ്ങിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ തൊപ്പിയുടെ ഒരു ചെറിയൊരു വീഡിയോ കട്ട് ആയിക്കോട്ടെ, അതിപ്പം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലിട്ടാലും അത് ഭയങ്കര റീച്ചാണ്, ഭയങ്കര വൈറലാണ്. എനിക്ക് തോന്നുന്നു തൊപ്പി ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ അധികം വേറെ പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അങ്ങനെ യൂട്യൂബിൽ തൊപ്പി സ്ട്രീം ചെയ്യും. പിന്നെ ഞാൻ കൂടുതലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് ആക്റ്റീവ്. ഞാൻ അങ്ങനെ അധികം റീൽസ് ഇടലില്ല.
ഇപ്പം പക്ഷെ ഇപ്പം തൊപ്പിന്റെ ലൈവിൽ നിന്നുള്ള ചെറിയ കട്ട്സ് അതെ, ഞാൻ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോയി ഇപ്പം യൂട്യൂബിലായാലും യൂട്യൂബ് അല്ലാണ്ട് വേറെ യൂട്യൂബിനെ കമ്പീറ്റ് ചെയ്യുന്ന കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. റൂട്ടർ, ലോക്കോ, കിക്ക്, വേറെ കുറേ ഉണ്ട്, ട്വിച്ച്, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, മനസ്സിലാവും. അപ്പം നമ്മളിങ്ങനെ ആസ് എ സ്ട്രീമർ ഇങ്ങനെ കോൺട്രാക്ട്സ് കിട്ടും ഓരോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി സ്ട്രീം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വന്ന് കാണുന്ന വ്യൂവേഴ്സ് കട്ട് ചെയ്തിട്ട് എൻ്റെ കട്ടിങ്സ് എടുത്ത് ഇൻസ്റ്റയിലും ടിക്ടോക്കിൽ ഇതിലൊക്കെ ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ഈ ഇൻസ്റ്റയോ ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഞാൻ 1-2 റീൽസ് ഇടാൻ തുടങ്ങിയത്. അതും ഞാൻ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്ത്, ഇങ്ങനെ മാനേജിങ് ടീമിനെ ഹയർ ചെയ്തപ്പം അവരെന്നെ എടുത്ത് ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്ട്രീമോ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വ്ളോഗോ സ്ട്രീമോ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഈ റീൽസോ ഈ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല പൊതുവെ. അപ്പോൾ അവർ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഫാൻ പേജുകൾ അവർ കട്ട് ചെയ്ത് ക്ലിപ്പിങ്സ് ആക്കിയിട്ട് ഇടുന്നതാണ്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം അധികം ക്രിയേറ്റേഴ്സും ഇത് സമ്മതിക്കൂല. അധികം ക്രിയേറ്റേഴ്സും ഈ നമ്മൾ പ്ലാറ്റ്ഫോം സ്ട്രീം ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇടാൻ സമ്മതിക്കൂല, കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്ട്രീമിങ് തുടങ്ങുന്ന മുതൽ ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ കട്ടിങ്സ് ആരെടുത്തിട്ടാലും കോപ്പിറൈറ്റ് കൊടുക്കാണ്ട്, അതായത് യൂട്യൂബിലല്ല, ഇൻസ്റ്റയിലോ ടിക്ടോക്കിൽ ഇങ്ങനെയുള്ള റീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എൻ്റെ ലൈവിലുള്ള കട്ടിങ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളത് എടുത്ത് ഇടും. അങ്ങനെ സ്ട്രൈക്ക് പേടിക്കൂല. അങ്ങനെ സ്ട്രീമിങ് തുടങ്ങുന്ന ടൈം തന്നെ ഞാനൊരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 10-50 പേരോ 50 പേരെ ഹയർ ചെയ്തു. അതായത് എൻ്റെ സ്ട്രീമിലുള്ള കട്ടിങ്സ് എടുത്ത് പുറത്ത് പോയി നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് 10-50 പേരെ ഞാൻ സെറ്റാക്കി. അങ്ങനെ ഫുള്ളൊരു സ്ട്രാറ്റജി വെച്ച് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇതിങ്ങനെ ഡെവലപ്പായി ഇപ്പം അതൊരു എന്താ പറയുക, അതിനെന്താ പറയുക, ഒരു ഫ്ലോ, ഒരു കമ്മ്യൂണിറ്റി പോലെ അതിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പോയി സ്ട്രീം ചെയ്താൽ മതി, ബാക്കി അവർ ചെയ്തോളും, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്തോരം ഫാൻ പേജ്, എനിക്ക് തോന്നുന്നു തൊപ്പി എല്ലാ ഫാൻ പേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല, അധികം. ഇപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ റിയാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്ത പോലെ ആക്കിയിട്ട് ഫേക്ക് റിയാക്ഷൻ എന്ന് പറയും. അതായത് ഞാൻ വേറെ എന്തോ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത ക്ലിപ്പിങ്ങിൻ്റെ എൻ്റെ തല മാത്രം കട്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോൻ്റെ താഴെ കൊണ്ടുപോയിട്ട് വെക്കും. അതായത് ഞാൻ റിയാക്ട് ചെയ്ത ക്ലിപ്പല്ല അത്, ഞാൻ വേറെ എന്തോ കാര്യത്തിന് റിയാക്ട് ചെയ്ത എക്സ്പ്രഷൻ ഇടുന്നത് വേറൊരു വീഡിയോൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഫാൻ പേജുകളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ ഇങ്ങനെ ഫേക്ക് റിയാക്ഷൻ്റെ സംഭവം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ എന്നാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? ക്ലാഷ് ഓഫ് ക്ലാൻസിന് മുന്നേ മിനി മിലിഷ്യ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതെ. പിന്നെ പബ്ജി. ലൈക്ക് ഗെയിമിങ്ങിലേക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഗെയിമിങ്ങിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി വീണു പോയതാ. കാരണം ഫ്രണ്ട്സ് ഒന്നിച്ചാരും ഇല്ലാത്തവർ ഓട്ടോമാറ്റിക്കലി ഗെയിമിലേക്ക് വീണ് പോകും. അതങ്ങനെയാണ്. ഇപ്പം ഞാൻ ഗെയിം കളി കുറവാ മീൻസ് മുന്നത്തേന് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. മുന്നേന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സോ ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്തെങ്കിലും ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിമിൻ്റെ അകത്ത് കുറേ ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക്, ഓൺലൈൻ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗെയിമിലേക്ക് ഇതാകുന്നത്. ആദ്യം ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതിൽ ക്ലാനിൽ കുറേ ഫ്രണ്ട്സ്, അങ്ങനെ ലൈറ്റ്, അങ്ങനെ ഓൺലൈനിലാണ് ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിന് ശേഷം പല ഗെയിമിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം പബ്ജിയിൽ ലൈക്ക് ഇപ്പം സ്ട്രീമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം തൊപ്പീനെ കണ്ട് ഒരുപാട് പേര് സ്ട്രീം ചെയ്യുന്നു, അതുപോലെ തൊപ്പി ഒരാളെ കണ്ടിട്ടായിരിക്കുമല്ലോ തൊപ്പിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വേറൊരാളാണ്. പക്ഷെ എൻ്റെ സ്ട്രീമിംഗ് ആദ്യം തുടങ്ങിയതിൻ്റെ ഇൻസ്പിറേഷൻ മൊത്തം ഐഷോ സ്പീഡിനെ അറിയോ? ഐഷോ സ്പീഡിൻ്റെ കണ്ടിട്ടാണ്. ഐഷോ സ്പീഡിൻ്റെ ഒരു കറക്റ്റ് റെപ്ലിക്ക മലയാളത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ലെവലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ക്യാരക്ടർ വേറെ എന്തെങ്കിലും രീതിയിലേക്ക്, അത് മലയാളത്തിലേക്ക് ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല മലയാളീസിന് ഇഷ്ടപ്പെടുന്നത്, പല രീതിയിലായി. പിന്നെ ഞാൻ ആ ഫ്ലോയിൽ വെച്ച് അങ്ങ് പോയി. പിന്നെ എവിടെയെല്ലോ എന്തെല്ലോ രീതിയിലായി. സ്റ്റാർട്ടിങ് ഐഷോ സ്പീഡിനെ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ കംപ്ലീറ്റ്ലി. ഇപ്പം ഞാൻ ചെയ്ത ബാഡായിട്ട് ആൾക്കാർ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ചെയ്ത ബാഡ് കാര്യങ്ങൾ മൊത്തം ഐഷോ സ്പീഡിനെ കോപ്പിയേറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ
ഒരു മോശം കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. ആ സമയത്ത് ഐസോ സ്പീഡ് കാണിക്കുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഭ്രാന്തം കളിയാണ്. അപ്പം അതുപോലെ ഞാൻ കളിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലായി. അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ എന്ന് വെച്ചാൽ സ്ട്രീമിങ് തുടങ്ങാനുള്ള കാരണം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഫസൽ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന ഫ്രണ്ട്, അവൻ സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വന്നത്. മീൻസ് ഇങ്ങനൊരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതല്ല. ഞാൻ ഡിപ്രഷൻ അടിച്ച് സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലാണ്ട് ഇത് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നുള്ള ഇതിൽ അങ്ങനെ അത്രയും മനമെടുത്തിട്ടാണ് ഞാൻ സ്ട്രീമിങ്ങിലേക്ക് വരുന്നത്. സ്ട്രീമിങ്ങിലേക്ക് വന്നതിന് ശേഷം അതിൽ ഭയങ്കര എന്തൊക്കെയോ ഹോപ്പ്, സന്തോഷങ്ങൾ വരുന്നു, കുറേ ഹാപ്പിനെസ് അതിൽ കിട്ടാൻ തുടങ്ങിയപ്പം പിന്നെ അതിൽ നിന്ന് മാറിയതാണ്. അല്ലാണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്ട്രീമിങ് തുടങ്ങിയതല്ല. പിന്നെ ഇവൻ പോയതിന് ശേഷം, കാരണം ഇവനായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള്. പിന്നെ ഇവൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര കുറേ വർഷം ഞാൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു കണക്കിന് ഓൻ കാരണമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങൂലായിരുന്നു. ഓക്കെ. അപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ സ്ട്രീമിങ്ങിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് ഇങ്ങനെ ലൈക്ക് ഇപ്പം ചാറ്റിൽ ആൾക്കാർ പറയുന്നത് അനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ലൈക്ക് അതൊക്കെ അന്ന് ചെയ്തോർത്തിട്ട് റിഗ്രറ്റ് ഉണ്ടോ? ചാറ്റ് പറയുന്നത് കേട്ട് ചെയ്യാന്നുള്ളത് ഒരു സ്ട്രീമറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത്. മീൻസ് ഒരു സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ സ്ട്രീം ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്താൽ പോരെ. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളാ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കമൻസ് വരിക. ലൈവ് എന്ന് പറഞ്ഞാൽ ഓൺ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് വരും. അതായത് ഞാനിപ്പം സമയം എത്രയും 3 മണിക്കാണ് ഞാനിപ്പോൾ ലൈവ് ഇടുന്നെങ്കിൽ ഈ 3 മണിക്ക് തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കാണുന്ന ആൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് നോക്കിയിട്ട് ഞാൻ അയാൾ പറയുന്ന പോലെ ചെയ്യണം. അത് ഒരു സ്ട്രീമറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബോറിങ് ആവില്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാണ്. സ്ട്രീമിങ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് ഞാൻ അങ്ങനെ ഒരു റൂള് വെച്ചതാണ്. ഈ ഓഡിയൻസ് ചാറ്റ് എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ള ഒരു റൂള് വെച്ചതാണ്. ഓക്കെ. അപ്പം അന്ന് തൊപ്പിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് തൊപ്പിയുടേന്ന്. എന്ന് പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോഴല്ല, ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ. പഴയ ഇന്റർവ്യൂവിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാന്ന് പറഞ്ഞു. ആ, ഞാൻ ഇന്റർവ്യൂ കാണാപ്പാടം പഠിച്ചേക്കാം, അതുകൊണ്ടാ പറയാൻ. അല്ല, ഞാൻ അങ്ങനെ ദേഷ്യം വരുന്ന ആളെന്നല്ല, ഗെയിമിലായിരിക്കും. അതെ, ഗെയിമിൽ ദേഷ്യം വരും എനിക്ക്. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ കുറേ വർഷങ്ങൾ ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഗെയിം കളിച്ച് എൻ്റെ റിയാലിറ്റി ഗെയിമായി മാറിയിരുന്നു. അപ്പോൾ ഗെയിമിൽ പറ്റുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും എനിക്ക് ലൈഫിൽ പറ്റുന്ന മിസ്റ്റേക്ക് പോലെ തോന്നലുണ്ട്. അപ്പം അങ്ങനെ ദേഷ്യം വരും. ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ദേഷ്യം വരും. അല്ലാണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരു ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടർ അല്ല റിയൽ ലൈഫിൽ. ഇപ്പോഴും അല്ല അങ്ങനെയല്ല. ഓക്കെ. അപ്പം പണ്ട് എനിക്കത് അറിയില്ല, ഇത് ചോദിക്കാൻ പറ്റുമോ, തൊപ്പിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. തൊപ്പിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് ലൈക്ക് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അറിയുന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ അറിയുന്നത് നിങ്ങൾ ബ്രേക്കപ്പായി എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ബ്രേക്കപ്പിൻ്റെ റീസൺ ആണോ? റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ, മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ. അടികളും വഴക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഈ 1 വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഓളും അങ്ങനെ തന്നെയാണ്. ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞിട്ടില്ല, ഞാനും എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത്. അപ്പം അങ്ങനെ അതിൻ്റെ ഗുഡ് സൈഡ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ചോദിച്ചാൽ അറിയാം, ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ. ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരയിൽ. ഒരു ഓർമ്മപ്പെട്ടി എന്നാ പറയുക അതിന്. ഓർമ്മപ്പെട്ടില്ല, എന്തെങ്കിലും സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനമെല്ലാം ആ പെട്ടിയിൽ വെക്കുക. ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷനുള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ, അതിന് ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട്.
അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല, എടാ പാൻ കാർഡ് കാണുന്നില്ല, എടാ ഓർമ്മപ്പെട്ടിയിൽ നോക്കുക, അങ്ങനെ അറിയാം. അതിലാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയമായിക്കൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. പക്ഷേ ലൈഫല്ലേ, എല്ലാവരും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വലിയ, അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടാളും നല്ല വെൽ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്, മനസ്സിലാവും. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഓളിപ്പം കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ഓളെ പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശമാണ്. ഓക്കെ. അപ്പം ഇപ്പൊ തൊപ്പിക്കെന്ന് പറഞ്ഞാൽ പണ്ടത്തെ തൊപ്പി പോലെ അല്ലല്ലോ, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ തൊപ്പിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ എന്താ പറയുക, ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. എങ്ങനെയുണ്ട്? പ്രപ്പോസൽസ് വരുന്നില്ലേ? വരുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ വരുന്നൊന്നുമില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഡെയിലി പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, മാസത്തില് 2 മാസത്തിലൊരിക്കലും. പിന്നെ തൊപ്പിക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ പേടിയായിരിക്കും. തൊപ്പിയുടെ ഇൻസ്റ്റാഗ്രാമിലോ ആരാണ് ഇത് വായിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തൊപ്പി. പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഡെയിലി ഇങ്ങനെ പ്രപ്പോസൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ്. അങ്ങനെയൊന്നുമല്ല. മീൻസ് ലാസ്റ്റ് വന്ന പ്രപ്പോസൽ എപ്പോഴാണ്? ഇന്ന് രാവിലെ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഒരു 2 ആഴ്ച 1 മാസം അങ്ങനെ എന്തോ ആയി. പിന്നെന്ന് എന്താ ഇവര് പറയുന്നേ? അല്ല, എനിക്കറിയാം തൊപ്പിയാണെങ്കിൽ ഇപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ വരെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കണ അല്ല, നമുക്ക് പറയാൻ പറ്റില്ല ഇവര് എന്ത് കണ്ടിട്ടാ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അത് മനസ്സിലായോ? പിന്നെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ. ഇനി ഒരു അറ്റാച്ച്മെന്റ് അങ്ങനത്തെ ഇത് വേണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് ഉള്ളത്. പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 1-8 സംഭവങ്ങൾ വരും എൻ്റെ മൈൻഡിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഉമ്മ വെച്ച പെണ്ണോട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തോ അത് ഉറങ്ങി എണീച്ചപ്പോൾ പോയി. അതായത് നമുക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 2 ദിവസം ഉറങ്ങി എണീച്ചപ്പോൾ പോവും, പെട്ടെന്നൊരു സംഭവം അടിക്കും. മനസ്സിലായി? ഇങ്ങനെ ഒരു ഭയങ്കര എന്തോ ഒരു സംഭവം തോന്നും. അത് ഉറങ്ങി എണീക്കുമ്പോൾ പോകും. അങ്ങനത്തതേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല എനിക്കൊന്നും. തൊപ്പിക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ക്രഷ് തോന്നിയതെല്ലാം ഒരു ദിവസം ഉറങ്ങി എണീച്ചാൽ 2 ദിവസം ഉറങ്ങി എണീച്ചപ്പോൾ ലോങ് ടേം ക്രഷ് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാലം ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് തോന്നിയത് ഓൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് മീൻസ് അതിന് കുറെ കാരണങ്ങളുണ്ട്. മീൻസ് ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് ഫസല്, ഓനുമായിട്ട് കുറെ ഇതുണ്ടായിരുന്നു, ഇവക്ക് കുറെ സാമ്യത ഉണ്ടായിരുന്നു. ഓൻ സംസാരിക്കുന്ന പോലെ ഇവള് സംസാരിക്കുക. ഞാൻ എപ്പോൾ ഇവളെ കളിയാക്കിയിട്ട് പറയുന്നൊരു കാര്യം ഫസലിന്റെ പേരും പറഞ്ഞ, അതായത് ഫസലിന്റെ അതേ ആറ്റിറ്റ്യൂഡ്, അതേ സംസാരം, അത് പറഞ്ഞ് നമ്മൾ കുറെ കളിയാക്കുമായിരുന്നു. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ പറയാനൊരു രസമായിരുന്നു. മീൻസ് ഷമീറിനല്ലാതെ അറിയാം, ഷമീർ മുന്നിനായാലും പോഡ്കാസ്റ്റ് ആയിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ അങ്ങനെ കുറെ സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കലും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ടൈമായിരുന്നു. അങ്ങനത്തെ ഒരു ഇത് എൻ്റെ ലൈഫിൽ ഇനി വരുമെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം, എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ വേറൊരാളായിട്ട് റിലേഷൻ ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ വേറൊരു റിലേഷനിൽ പെടുമായിരിക്കും. എനിക്കറിയില്ല, മനുഷ്യൻ്റെ മനസ്സല്ലേ, പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ആരോടും തോന്നിയില്ല. ഇപ്പം തന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത ഒരു അതെന്തോ എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംഭവം വന്നു. അല്ല, ഇപ്പൊ തൊപ്പി ഒരുപാട് സംസാരിക്കുന്ന ആളല്ലേ? അല്ല, നോ. ഞാൻ എൻ്റെ പ്രൈവറ്റ് മൊമെന്റ്സിൽ ഞാൻ സംസാരിക്കുന്ന ആളേ അല്ല. ഞാൻ അങ്ങനെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു സഭയിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മൊമെന്റിലല്ലാതെ ഞാൻ ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഞാൻ വളരെ സൈലന്റ് ആയിട്ട്. കാരണം എൻ്റെ ഡിഫോൾട്ട് അതാണ്. ഞാൻ ജീവിച്ചു വന്ന ടൈം മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഡിപ്രഷൻ ഈ സാധനമാണ്. അപ്പം എൻ്റെ ഡിഫോൾട്ട് അതായി മാറി. എൻ്റെ റിയാലിറ്റി അതാണ്.
ഇങ്ങനെ അധികം സംസാരിക്കാണ്ട് മിണ്ടാണ്ടിരിക്കാന്നുള്ളതാണ്. അപ്പം പിന്നെന്ന് വെച്ചാൽ ഈ അധികം സംസാരിക്കാത്ത പെണ്ണുങ്ങളാകുമ്പം സമാധാനമാണ്. പക്ഷെ അങ്ങനത്തെ കുട്ടികൾ ഇപ്പൊ ലൈക്ക് മിണ്ടാപ്പൂച്ചകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. ആണോ? അതെന്താ അതറിയില്ല? അങ്ങനെ ഉണ്ടോ? അല്ലേ മുനു? എനിക്കറിയില്ല. ആരോടാ ചോദിക്കുന്നത്? ഏയ് അല്ല അല്ല, ഓൻ 40-year-old വെർജിനായിട്ട് ഇങ്ങനെ ഇതെടുത്ത അല്ല, അതൊരു സിനിമന്റെ പേരാ. ഞാൻ ട്രോൾ ചെയ്തതാ. ഞാൻ പറയുന്ന വെച്ചാൽ ഇതുവരെ റിലേഷൻ ഇല്ലാത്ത ഒരാളാണ്. പറഞ്ഞല്ലോ പാവം പോലെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അവര് ഇപ്പം ചില ആൾക്കാര് ഇപ്പം ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നടക്കണുണ്ടെങ്കിലും പക്ഷെ ചിലപ്പോൾ അതാണ് അവരുടെ റിയാലിറ്റി. പക്ഷെ ഈ എന്താ പറയാ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കണവര് അവരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ മിക്കവരും അങ്ങനെ ജെനുവിനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നോക്കട്ടെ. അതെ. അപ്പൊ ഇനി ഇപ്പം തൊപ്പിയുടെ ഇപ്പം എനിക്ക് തൊപ്പി പറഞ്ഞല്ലോ ഒരുപാട് വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ തൊപ്പിയുടെ ഒരു ഡ്രീം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ 911 എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. അപ്പം ഈ അടുത്ത് ഞാനൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു വലിയ കോൺട്രാക്ട് കിട്ടി. വലിയ കോൺട്രാക്ട് അല്ല, എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ കോൺട്രാക്ട് ഒന്നും അല്ല അത്. പക്ഷെ റൂട്ടർ എന്ന് പറഞ്ഞൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു അത്യാവശ്യം നല്ലൊരു ഡീൽ കിട്ടി. അപ്പം അത് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു 911 ഈ കോൺട്രാക്റ്റിലൂടെ കിട്ടുന്ന പൈസക്ക് ഒരു 911 എടുക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ പഴയ പോലെ അല്ല, എൻ്റെ മോട്ടിവേഷനെല്ലാം ഇപ്പം ഭയങ്കര ലോ ആണ്. കാരണം അവർ എനിക്ക് തന്ന കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് മാസം തന്നെ ഞാൻ തെറ്റിച്ചു. ഞാൻ മടി പിടിച്ചു. ഞാൻ ട്രാവൽ ചെയ്തു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ സ്ട്രീം ചെയ്തില്ല. സ്ട്രീം ചെയ്യണമെങ്കിൽ വീട്ടിൽ കൊച്ചിയിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ സ്ട്രീമിങ് സെറ്റപ്പിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് സ്ട്രീം ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടും. ഞാൻ പല സ്ഥലത്തും പോയി ട്രാവൽ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി, പിന്നെ മടി പിടിച്ച് കടന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ സമയം കടന്നുറങ്ങും. 911 എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ തുടങ്ങിയെങ്കിലും ഇപ്പം ഭയങ്കര ഉഴപ്പിയിട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അത് എടുക്കൽ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ മോട്ടിവേഷൻ പോലെ. കാരണം വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ അങ്ങനെ മടിച്ചിരിക്കൂല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിലാക്സ്ഡ് ആയി മൊത്തത്തിൽ. ഇപ്പം ഇങ്ങനെയൊക്കെ മതി, ഇതൊക്കെ മതി, അങ്ങനത്തെ ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരു മൈൻഡിലേക്ക് പോകുന്ന പോലെ ഒരു ഫീല്. ഒരു കണക്ക് നല്ല ജീവിക്കാൻ ഇതാ നല്ലത്, സമാധാനം. ലൈക്ക് തൊപ്പി എങ്ങനെയാണ് കൂടുതൽ പൈസ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണോ അതെയോ ലൈക്ക് ഭയങ്കരമായിട്ട് ഓവർ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണോ? മണി മാനേജ്മെന്റ് എങ്ങനെയാണ്? മണി മാനേജ്മെന്റ് എൻ്റെ വളരെ വളരെ മോശമാണ്. ഞാൻ പല കാര്യങ്ങളിലും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പല പൈസ, ഞാൻ കളഞ്ഞ പൈസൻ്റെ എണ്ണം എടുത്തു നോക്കിയാൽ അതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട്, വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഗ്യാംബ്ലിങ്, ഇങ്ങനെ കുറേ ബാഡ് അഡിക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി. ഇങ്ങനെ ബാഡ് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം നിർത്തി. ആവശ്യമില്ലാണ്ട് ദൂർത്തടിക്കൽ എല്ലാ പരിപാടിയും നിർത്തി. കാരണം എൻ്റെ മുന്നിൽ ഇപ്പം എൻ്റെ ഗ്യാങ് ഉണ്ട്. ഇവരെല്ലാവരും കാരണം ഇപ്പം വീട്ടിലുള്ള 8 പേരുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്ന, ഫുൾ ചിലവുകൾ എല്ലാം അവരെ കാര്യങ്ങൾ, അവർക്കുള്ള സാലറി, എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാണ്. അപ്പം എൻ്റെ മുന്നിൽ ഇവരെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു വെക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അപ്പം ഞാനങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇപ്പം ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പം മണി മാനേജ്മെന്റ് എങ്ങനെ നന്നായി വരുന്നു. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.